നിവൃത്തിയില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിനും ഇക്കാര്യത്തിൽ CPM-ന്റെ അതേ നിലപാടായിരിക്കും. ഖനനം വേണം, ഖനനം നടപ്പാക്കണം, അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കൊക്കെ ആവശ്യമാണ്. പക്ഷെ അതേസമയം ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആശങ്കകൾ അത് പരിഹരിക്കുക, അതായത് ഇപ്പോൾ എന്താണോ സംസ്ഥാന സർക്കാർ പറയുന്നത് അതേ നിലപാടാണോ കോൺഗ്രസിനും? ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊന്നുമല്ലോ. ഇവിടെ ഈ പ്രദേശത്ത്, ഈ പറയുന്ന ആലപ്പാട് പ്രദേശത്ത് ഭൂമി നഷ്ടപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 89.5 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇപ്പോൾ അത് 7.6 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റമാണ്. അപ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നു അവർക്ക് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അത് സുനാമി ബാധിത പ്രദേശമാണ്. പിന്നെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അവിടെ ഉണ്ടാകുന്നുണ്ട്, മത്സ്യസമ്പത്ത് കുറയുന്നുണ്ട്, അവർക്ക് ചാകര കിട്ടുന്നില്ല, കടൽ കയറി വരുന്നു, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ആശങ്കകൾ കൂടി വരികയാണ്. പലപ്പോഴും ഇതുപോലെ സമരം ഉണ്ടാകാറുണ്ട്. സമരത്തിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ IRE പൊതുമേഖലാ സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം രാജ്യത്തെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ പ്രശ്നം. 2017 ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ 2017 നിയമത്തിനപ്പുറമായി ഈ പരിസ്ഥിതിയെ സംബന്ധിച്ച് പരിസ്ഥിതി അനുമതി ഇല്ലാതെയാണ് അവിടെ ഖനനം നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ പരിസ്ഥിതി അനുമതി കിട്ടാത്ത സ്ഥലങ്ങളിൽ മൈനിങ് പാടില്ല എന്ന് നിർബന്ധിതമായി പറഞ്ഞിട്ടുണ്ട്. അത് 2017 വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. ഇനി അങ്ങനെ കൊടുത്താൽ തന്നെ അവിടെ അനുമതി നൽകാൻ പാടില്ല. അങ്ങനെ അനുമതി ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് 200% പിഴ ഈടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. ഒരു വർഷം മുമ്പ് നിയമസഭാ സമിതിയുടെ ഒരു കമ്മിറ്റി അവിടെ പരിശോധിക്കുകയും അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് പാസ്സാക്കിയിട്ടില്ല. ഈ പഞ്ചായത്തിൻ്റെ, ഈ ആലപ്പാട് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയും മുൻ ഭരണസമിതിയും ഇത്തരത്തിലുള്ള മൈനിങ്ങിനെ എതിർത്തിട്ടുണ്ട്. കഴിഞ്ഞ മെയിലും ജൂണിലും ശ്രീകുമാറോട് പറഞ്ഞു, മെയിലും ജൂണിലുമായി നടന്ന പബ്ലിക് ഹിയറിംഗ്, അതായത് ഇവരുടെ ലീസ് എഗ്രിമെൻറ്റ് നീട്ടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, മൈനിങ് ലീസ് പുതുക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ എന്താ പറയുന്നത് പബ്ലിക് ഹിയറിങ്ങിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് എന്ന് പറയുന്നത് CRZ നിയമത്തിൽ പോലും അത്തരത്തിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പുതിയ നിയമങ്ങൾ വന്നിട്ടും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ എന്താ നമ്മുടെ ചിത്രഞ്ജൻ പറഞ്ഞതുപോലെ അവിടെ ശാസ്ത്രീയമായാലും അശാസ്ത്രീയമായാലും ഖനനം നടക്കുന്നത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് TS കനാൽ, ദേശീയ ജലപാതയിലൂടെ നമ്മളിപ്പോൾ ബോട്ട് സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദേശീയ ജലപാതയും അറബിക്കടലും തമ്മിലുള്ള ദൂരപരിധി വെറും 20 മീറ്ററായി ചുരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് ആലപ്പാട് പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ട് കൂടി അവിടെ പഠനം നടത്താതെ ഇത്തരത്തിൽ പോകുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പറഞ്ഞല്ലോ അവിടെ സാമ്പത്തികമായ ലാഭം ഉണ്ടാകുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ചിത്രരഞ്ജൻ പറഞ്ഞത്. ഞാൻ ഇതിനൊന്നും എതിരല്ല. പക്ഷേ ഇതൊക്കെ നിയമത്തിനകത്തുനിന്നുകൊണ്ട് വേണ്ടേ? തൊഴിലവസരം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ 200ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെ ആരെങ്കിലും അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അവരെയൊക്കെ ഇപ്പോഴും കോൺട്രാക്റ്റിലാണ്. അവരെയാണ് ഈ സമരസമിതിക്കെതിരായി പുറത്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് 6 പതിറ്റാണ്ടായി സംസ്ഥാന ഗവൺമെൻറ്റിലേക്കും സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ IREയും അതുപോലെ തന്നെ KMML-ഉം നൽകിയിട്ടുള്ള സാമ്പത്തികം, അവരുടെ ലാഭവിഹിതം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്തുകൊണ്ട് പറയുന്നില്ല? ആ ലാഭവിഹിതത്തിൻ്റെ 10% ആ പദ്ധതി പ്രദേശത്ത് തന്നെ ചിലവാക്കണമെന്ന് നിയമമുണ്ട്. അത് ചിലവാക്കുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇനി 2014 ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരസമിതിയോടൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും നാളെ നിരാഹാര സമരം ഇരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ CR മഹേഷാണ്. പ്രതിപക്ഷ നേതാവും അതുപോലെ KC വേണുഗോപാൽ അവിടുത്തെ MPയും ഒക്കെ നാളെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ ഇവർക്കിതിനൊന്നും പരിഹാരമുണ്ടാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരെ വിശ്വാസത്തിലെടുക്കാൻ ഈ കമ്പനിക്ക് കഴിയുന്നില്ല. ഒരു ഘട്ടത്തിലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു സമരം നടക്കുന്നു, ആ സമരത്തിൽ വിളിച്ചുകൂടി ആലോചിക്കുന്നു. പക്ഷേ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവരെ വിശ്വാസത്തിലെടുക്കാൻ ഈ മത്സ്യവകുപ്പിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കഴിയുന്നില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ ഓഡിയോ ക്ലിപ്പിങ്ങുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവർ പറയുന്നത് പുറത്തുനിന്ന് ആരോ ഇതിനകത്ത് സ്വാധീനിക്കുന്നു, പൈസ മേടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സമരക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ വന്നിരിക്കുന്നു. ഇന്നാണ് ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നിലവിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ മൈനിങ് നടത്തുന്നെങ്കിൽ നടത്തണം. ഇനി 2014 ശ്രീ KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിൽ
കളക്ടർ വിളിച്ചു കൂട്ടിയ കളക്ടറുടെ ചേമ്പറിൽ കൂടിയ ഒരു യോഗമുണ്ട്. ആ കളക്ടറുടെ യോഗത്തിൽ തീരുമാനിച്ചത് 4 ലെയർ പുലിമുട്ട് നിർമ്മിക്കാമെന്നാണ്. 5 സ്ട്രെച്ചിലായിട്ട് 4 ലെയർ പുലിമുട്ട് നിർമ്മിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു പുലിമുട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. പുലിമുട്ടിൻ്റെ നിർമ്മാണം എവിടെ ആരംഭിച്ചിട്ടുള്ളത്? അയ്യാറിയുടെ മൈനിങ് നടക്കുന്ന അവരുടെ സ്ഥാപനത്തിന് മുന്നിൽ ആണ് പുലിമുട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ ജനങ്ങളെ അവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നും ഇത്തരത്തിലുള്ള പുലിമുട്ട് നിർമ്മാണത്തെക്കുറിച്ച് ഒരു ആരംഭം പോലും കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ സ്ഥിരവാസികളെ വിശ്വാസത്തിലെടുക്കാതെ പോകുന്നു. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ് ചവറയിലുള്ള പന്മന പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ പൊന്മന എന്ന് പറയുന്ന പ്രദേശത്ത് 1400ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ വെറും 3 കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇത്തരത്തിൽ മൈനിങ് നടത്തിയിട്ട്. അവിടെ ഒരു 1-2 ആരാധനാലയങ്ങൾ ഒഴിച്ച് ബാക്കി ആരും ഇപ്പോൾ അവിടെ താമസം പോലുമില്ല. ആ ഗ്രാമം തന്നെ നിഷ്പ്രഭമായിരിക്കുന്നു, ആ ഗ്രാമം തന്നെ പോയിരിക്കുന്നു. ആ രീതിയിലേക്കാണ് ആലപ്പാടിൻ്റെയും ഗതി പോകുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി മൈനിങ് നിർത്തിക്കൊണ്ട് ഈ സമരസമിതിയുടെ പ്രവർത്തകരുമായി നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് മൈനിങ് നിർത്തി അവരെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ തീർച്ചയായും മൈനിങ് നിർത്തിയേ മതിയാവും. കാരണം എന്താ, അവരെ പലപ്പോഴും പറഞ്ഞു പറ്റിക്കുകയാണ്. പല രീതിയിലും അവരുടെ സമരത്തെ പൊളിച്ചു കളയുന്ന രീതി IRയും ഒക്കെ സ്വീകരിക്കാറുണ്ട്. ഖനനം നിർത്തണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാൻ പറ്റുമോ? ഖനനം നിർത്തണം, താൽക്കാലികമായി നിർത്താമല്ലോ. ഈ സമരസമിതിയുമായി കൂടിയാലോചിച്ച് അതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ അവിടെ നിർത്തിവെക്കാമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സ്വാഭാവികമായി നടക്കേണ്ടത് എന്താണ്? അവിടെ ഈ ഡീപ്പ് മൈനിങ് ഖനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നിലധികം ഖനന രീതികളുണ്ടല്ലോ. ഡീപ്പ് മൈനിങ് നടക്കുന്നുണ്ട്, സീ വാഷ് നടക്കുന്നുണ്ട്. ഡീപ്പ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് മൈനിങ് പണ്ടൊക്കെ നമ്മൾ പറയും അവിടെ ഒരു 6 അടി താഴ്ചയിലേക്ക് മണ്ണെടുത്ത് മാറ്റിയിട്ട് അത് മൈനിങ് കഴിഞ്ഞ് തിരിച്ച് അവിടെ തന്നെ കൊണ്ടിടുന്ന രീതിയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. 100-150 അടി താഴ്ചയിലേക്ക് വലിയ അഗാധ ഗർത്തങ്ങളുണ്ടാക്കി മുഴുവൻ മെഷീനറി വെച്ചുകൊണ്ട് അഗാധ ഗർത്തങ്ങളുണ്ടാക്കി അതിൽ നിന്ന് മണ്ണെടുക്കുകയും തിരിച്ചവിടെ മണ്ണ് ഫില്ല് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ ആ പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് അവിടുത്തെ പരിസരവാസികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് വസ്തുത.